തകർക്കാൻ ആദ്യം ഇസ്രായേലിനെ പറഞ്ഞയക്കുകയും പിന്നാലെ അമേരിക്ക ഇറങ്ങുകയും ചെയ്തതോടെ പശ്ചിമേഷ്യയിൽ മഹായുദ്ധത്തിന് കൊടിയേറിയിരിക്കുകയാണ്. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മുന്നറിയിപ്പ് പോലും അവഗണിച്ച് ഇറാന് നേരെ ആയുധമെടുത്ത അമേരിക്കയെ ചുട്ട് ചാമ്പലാക്കാൻ ആണവായുധം പോലും ഇറാന് നൽകാൻ ലോകരാജ്യങ്ങൾ തയ്യാറാവുകയാണ്. ഇത്രനാളും പശ്ചിമേഷ്യയിൽ അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്ന വൃത്തികെട്ട ഓരോ കളികൾക്കും എണ്ണി പകരം ചോദിക്കാൻ തന്നെയാണ് ഇറാന്റെയും ഇറാനൊപ്പം നിൽക്കുന്ന റഷ്യയുടെയും തീരുമാനം. അമേരിക്ക ചുട്ടുപൊള്ളാൻ തുടങ്ങുകയാണ്. റഷ്യയും ഇറാനും ചേർന്ന് സൃഷ്ടിക്കുന്ന പത്മവ്യൂഹത്തിൽ വെന്ത് വെണ്ണീരാകുന്ന അമേരിക്കയെയും ഉറ്റമിത്രമായ ഇസ്രായേലിനെയും അധികം വൈകാതെ തന്നെ ലോകം കാണും. നിങ്ങൾ തന്നെ പറയൂ, അമേരിക്ക ചെയ്തു കൂട്ടിയതിനുള്ള ശിക്ഷ അവർക്ക് ഉറപ്പായും ലഭിക്കേണ്ടതില്ലേ? നിങ്ങളുടെ അഭിപ്രായം ഇപ്പോൾ തന്നെ കമന്റായി രേഖപ്പെടുത്തൂ. ഇസ്രായേലിന്റെ വാക്കും കേട്ട് അമേരിക്ക ഇറാന്റെ നെഞ്ചിലേക്ക് ആയുധം കുത്തിയിറക്കിയ രക്തം പൊടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് എത്രയോ മടങ്ങ് രക്തത്തുള്ളികൾ അമേരിക്ക പകരമായി നൽകേണ്ടി വരും. റഷ്യയും ചൈനയും അടങ്ങുന്ന വലിയ സഖ്യം അമേരിക്കയ്ക്ക് നൽകിയ മുന്നറിയിപ്പ് പാടെ അവഗണിച്ചുകൊണ്ട് ഈ യുദ്ധത്തിന് ഇറങ്ങിത്തിരിച്ച നിങ്ങളെ കാത്തിരിക്കുന്നത് പടുമരണം തന്നെയാണ്. റഷ്യയും ഇറാനും ചേർന്ന് അമേരിക്കയുടെ ക്രൂരതകൾക്കും സാമ്രാജ്യത്വ താല്പര്യങ്ങൾക്കും കൂച്ചുവിലങ്ങിടാൻ പോകുന്നു. അമേരിക്ക കരുതിയതുപോലെ എല്ലാ കാര്യങ്ങളും നീക്കാമെന്നാണ് സ്വപ്നം കണ്ടതെങ്കിൽ അത് വേണ്ടെന്നാണ് ഇറാനും റഷ്യയും ഇപ്പോൾ ചേർന്ന് നൽകുന്ന മുന്നറിയിപ്പ്. ഇനി പശ്ചിമേഷ്യയിൽ സംഭവിക്കാൻ പോകുന്നത് അമേരിക്കയുടെ ദാരുണാന്ത്യമായിരിക്കും. ഇറാനെതിരെ ഇസ്രായേലിനോടൊപ്പം അമേരിക്കയും പങ്കുചേർന്നതോടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ഉന്നതതല ചർച്ചകൾക്കായി തയ്യാറെടുത്ത് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി. ഇറാന്റെ 3 പ്രധാന ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തിയ ആക്രമണത്തിന് തൊട്ടു പിന്നാലെയാണ് ഈ നിർണായക നീക്കം. ഇറാൻ ആണവായുധങ്ങൾ സ്വന്തമാക്കുന്നത് തടയുന്നതിനുള്ള ആവശ്യമായ നടപടി എന്നാണ് അമേരിക്ക തങ്ങളുടെ ആക്രമണത്തെ വിശേഷിപ്പിച്ചതുപോലും. നിങ്ങൾ ആരാണ് ഇറാനെ തടുക്കാൻ എന്നതാണ് മനസ്സിലാകാത്ത കാര്യം. ഇറാനിയൻ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണത്തിന് 9 ദിവസങ്ങൾക്കു ശേഷമാണ് അമേരിക്ക ഇസ്രായേലിനോടൊപ്പം ചേർന്നിരിക്കുന്നത്. ട്രംപ് അമേരിക്കയെ മിഡിൽ ഈസ്റ്റിൽ ഒരു പുതിയ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടുവെന്ന് മുൻ റഷ്യൻ പ്രസിഡന്റും റഷ്യൻ സുരക്ഷാ കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാനുമായ ദിമിത്രി മെസദേവ് ആരോപിച്ചു. സമാധാന പാലകനായി പ്രസിഡന്റായി വന്ന അതേ ട്രംപ് അമേരിക്കയ്ക്കായി ഒരു പുതിയ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം ടെലഗ്രാമിൽ കുറിച്ചത്. ഇറാനിലെ ആണവ നിലയങ്ങൾക്ക് അമേരിക്കയുടെ ആക്രമണത്തിൽ ചെറിയ കേടുപാടുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ എന്നാണ് അദ്ദേഹം തുറന്നു പറയുന്നത്. ഇറാന് ഇനിയും ആണവ സമ്പുഷ്ടീകരണം നടത്താനാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. നിരവധി രാജ്യങ്ങൾ ഇറാന് ആണവ പോർമുനകൾ നേരിട്ട് നൽകാൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേലി ജനത ഇപ്പോൾ ഭയന്നാണ് ജീവിക്കുന്നതെന്നും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും മെദ്വദേവ് പറയുന്നുണ്ട്. അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ആക്രമണങ്ങൾ ഇറാനെ രാഷ്ട്രീയമായി ശക്തിപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ നയതന്ത്ര ചർച്ചകളിൽ വീണ്ടും പങ്കുചേരുന്നു എന്ന സൂചനകൾ ഇറാൻ വിദേശകാര്യമന്ത്രി തള്ളിക്കളയുകയാണ് ചെയ്തത്. അമേരിക്കയുടെ ആക്രമണം നടന്നത് 2 ദിവസം മുൻപ് ജനീവയിൽ യൂറോപ്യൻ മധ്യസ്ഥരുമായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നുവെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു. ഇറാൻ അല്ല നയതന്ത്രത്തെ വഞ്ചിച്ചത് അമേരിക്കയാണ് എന്നും ഇറാൻ വിദേശകാര്യമന്ത്രി പറയുന്നു. ഇറാനിയൻ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണത്തിന് അമേരിക്കയ്ക്കെതിരെ പ്രതികാരമുണ്ടാകുമെന്നറിയിച്ച് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ രംഗത്ത് വന്നിട്ടുണ്ട്. അമേരിക്കയ്ക്കെതിരെ തിരിച്ചടി ഉണ്ടാകുമെന്ന് അദ്ദേഹം ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിനെ അറിയിച്ചു. കളി അവസാനിച്ചിട്ടില്ല എന്ന് സുപ്രീം നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ ഉന്നത ഉപദേഷ്ടാവിന്റെ മുന്നറിയിപ്പും വന്നിട്ടുണ്ട്. മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെ ലക്ഷ്യമിടുമെന്നാണ് അദ്ദേഹം സൂചന നൽകിയിരിക്കുന്നത്. അതേസമയം തങ്ങൾ ഒരു സാഹചര്യത്തിലും ആണവ പ്രവർത്തനങ്ങൾ നിർത്തില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി കഴിഞ്ഞു. ഇസ്രായേലിനെതിരെ കൂടുതൽ വിനാശകരമായ പ്രതികരണം ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട്. ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷം ആണവ നിലയങ്ങളിൽ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുമെന്ന് പെസഷ്കിയാൻ അറിയിച്ചു. ഇറാൻ തങ്ങളുടെ ദേശീയ പരമാധികാരം, പ്രാദേശിക സമഗ്രത, ദേശീയ സുരക്ഷ എന്നിവയെ ആവശ്യമായ എല്ലാ മാർഗങ്ങളുടെയും സംരക്ഷിക്കാൻ ദൃഢനിശ്ചയം ചെയ്തിട്ടുണ്ടെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഇസ്മയിൽ ഭഗായ് എക്സിൽ പോസ്റ്റ് ചെയ്തു. ഒരു ആണവായുധമില്ലാത്ത രാജ്യത്തിനെതിരെ ആണവായുധം കൈവശം വെച്ചിരിക്കുന്ന ഒരു രാഷ്ട്രം നടത്തുന്ന മനസാക്ഷിയില്ലാത്ത ആക്രമണ പ്രവൃത്തിയാണിതെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. അതേസമയം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് ശേഷം ഇറാനുമായി ചർച്ചകൾ തുടരാനും ദീർഘകാല യുദ്ധം ഒഴിവാക്കാനുമുള്ള സന്നദ്ധത ട്രംപ് ഭരണകൂടം സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച് വൈസ് പ്രസിഡന്റ്, പെന്റഗൺ മേധാവിയും ഉന്നത സൈനിക ഉപദേഷ്ടാവും സ്റ്റേറ്റ് സെക്രട്ടറിയും കൂടിക്കാഴ്ച നടത്തുന്നു. ഇറാന്റെ സൈനിക ശേഷിയുടെ അഭാവം ഇറാനെ സമാധാന ചർച്ചയ്ക്ക്
പ്രേരിപ്പിക്കും എന്നാണ് അമേരിക്കയുടെ കണക്കുകൂട്ടൽ. ഇറാനുമായി അമേരിക്ക യുദ്ധം ആഗ്രഹിക്കുന്നില്ലെന്ന് പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുകയും ചെയ്തു. പിന്നെ എന്തിനാണ് അമേരിക്ക ഇത്തരമൊരു ആക്രമണം നടത്തിയത് എന്ന ചോദ്യം ഇവിടെ പ്രസക്തമാവുകയാണ്. സയനിസ്റ്റ് ശത്രു ഒരു വലിയ തെറ്റ് ചെയ്തുവെന്നും അതിന് ശിക്ഷ ലഭിച്ചുകൊണ്ടേയിരിക്കുമെന്നും അമേരിക്കക്കാർ മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ പ്രഹരം പ്രതീക്ഷിക്കണമെന്നും ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി പറഞ്ഞിട്ടുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക വ്യോമാക്രമണം നടത്തിയതിന് മണിക്കൂറുകൾക്ക് ശേഷമാണ് ഖമേനി എക്സിലൂടെ പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. സയനിസ്റ്റ് ശത്രു ഒരു വലിയ തെറ്റ് ചെയ്തു, വലിയ കുറ്റം ചെയ്തു, അതിനെ ശിക്ഷിക്കണം, ശിക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ തന്നെ ശിക്ഷിക്കുകയാണ്. ഖമേനി എക്സിൽ പങ്കുവച്ച സന്ദേശത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ്: ആണവ കേന്ദ്രങ്ങളിലെ ആക്രമണങ്ങൾക്ക് ശേഷം അമേരിക്കയ്ക്കും ഖമേനി ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കക്കാർ മുമ്പുള്ളതിനേക്കാൾ വലിയ നാശനഷ്ടങ്ങളും പ്രഹരങ്ങളും ഇനി പ്രതീക്ഷിക്കണം, ഖമേനി പറഞ്ഞു. ഫോർദോ, ഇസ്ഫാൻ, നദാൻസ് എന്നിവിടങ്ങളിലെ 3 ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക വ്യോമാക്രമണം നടത്തിയത്. എന്നാൽ കാര്യമായ ആക്രമണം അവിടെ നടന്നിട്ടില്ല എന്നാണ് റഷ്യയും അതുപോലെ ഇറാനും പറയുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയുടെ രക്തത്തിന് വേണ്ടി കൊതിക്കുന്ന ട്രംപിന്റെയും അതുപോലെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹുവിന്റെയും മാത്രമല്ല അവരുടെ കുടുംബാംഗങ്ങളുടെയും ജീവൻ അപകടത്തിലാകുന്ന സാഹചര്യം കൂടിയാണ് നിലവിലുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇറാനും അവരുടെ പ്രോക്സി ഗ്രൂപ്പുകളും എന്തൊക്കെ ചെയ്യുമെന്നത് ലോകത്താർക്കും പ്രവചിക്കാൻ പോലും പറ്റുകയില്ല. അവർ ഇതിനകം തന്നെ പല രൂപത്തിലുള്ള തിരിച്ചടികൾ തുടങ്ങിക്കഴിഞ്ഞിട്ടുമുണ്ട്. അമേരിക്കയ്ക്കകത്ത് പോലും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾക്ക് സ്വാധീനമുണ്ട് എന്നത് CIA ഉൾപ്പെടെ സമ്മതിക്കുന്ന കാര്യവുമാണ്. അതുകൊണ്ട് അമേരിക്ക കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഇറാനിലെ 3 ആണവ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തുന്നതിന് മുൻപ് തന്നെ തിരിച്ചടി ഭയന്ന് വൈറ്റ് ഹൌസിന് മുന്നിൽ പ്രത്യേക വിമാനം തന്നെ ട്രംപിനായി തയ്യാറാക്കി വെച്ചതാണ്. അമേരിക്കയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നത് ഇങ്ങനെയാണ്: ഏതെങ്കിലും സാഹചര്യത്തിൽ പ്രസിഡന്റിന്റെ വാസസ്ഥലമായ വൈറ്റ് ഹൌസിന് നേർക്ക് ആക്രമണം ഉണ്ടായാൽ ട്രംപിനും സംഘത്തിനും സുരക്ഷിത ഇടങ്ങളിലേക്ക് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് ഇത്തരം മുൻകരുതലുകൾ സ്വീകരിച്ചിരിക്കുന്നത്. ലോകത്തെ അനേകായിരം പേരുടെ ജീവൻ കൊണ്ട് കളിക്കുന്ന ഭ്രാന്തനായ ഒരു പ്രസിഡന്റായാണ് അമേരിക്കൻ ജനത പോലും ട്രംപിനെ ഇപ്പോൾ നോക്കിക്കാണുന്നത്. സ്വന്തം രാജ്യത്തെ കാര്യം നോക്കി അവിടെ നിൽക്കേണ്ട പ്രസിഡന്റ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ പോയി ഇറാനെതിരെ ബോംബിടുന്നു. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത്? ഇറാനെ തോൽപ്പിച്ച് ഇസ്രായേലിന് പരമാധികാരം നൽകാൻ വേണ്ടിയാണോ? എന്തായാലും ഇതിനുള്ള അടി നിങ്ങൾക്ക് കിട്ടുക തന്നെ ചെയ്യും. ആക്രമിച്ചു മാത്രം ശീലമുള്ള അമേരിക്കയ്ക്ക് തിരിച്ചടി ലഭിച്ചു തുടങ്ങിയാൽ പിന്നെ തിരിച്ചടിയുടെ പ്രളയം തന്നെയാണ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലഭിക്കുക. കാരണം അത്രത്തോളം ശത്രുക്കളെ ഈ അമേരിക്ക ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അവരെല്ലാം തന്നെ ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ഇപ്പോൾ ഇറാൻ കാത്തിരുന്നത് പോലെ. അതുകൊണ്ട് തന്നെ അമേരിക്കൻ വിരുദ്ധ ചേരി ഇറാന് പിന്നിൽ അണിനിരക്കുക തന്നെ ചെയ്യും. അതിൽ പ്രമുഖരായ ചൈനയും റഷ്യയും ഉത്തര കൊറിയയും ഉണ്ടാകും. അവരെ നിങ്ങൾ ഭയക്കുക തന്നെ വേണം. അതേസമയം തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ഇറാനിൽ നിന്നുള്ള പ്രതികാര ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്നും അടുത്ത 48 മണിക്കൂർ ആശങ്കാജനകമാണെന്നാണ് 2 പ്രതിരോധ ഉദ്യോഗസ്ഥരെയും ഒരു മുതിർന്ന വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥനെയും ഉദ്ധരിച്ച് NBC ന്യൂസ് റിപ്പോർട്ട് പറയുന്നത്. വിദേശത്തെ അമേരിക്കൻ താവളങ്ങൾക്ക് നേരെയാണോ അതോ ആഭ്യന്തര ലക്ഷ്യങ്ങൾക്കെതിരെയാണോ ഇറാൻ പ്രതികാര ആക്രമണം നടത്തുക എന്ന കാര്യത്തിൽ ഇതുവരെ അമേരിക്കൻ ഉന്നതർക്ക് വ്യക്തതയില്ല. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ആക്രമണം അധികാരം മാറ്റാനുള്ള യുദ്ധത്തിന്റെ തുടക്കമല്ലെന്നും ഒറ്റത്തവണത്തെ നടപടി മാത്രമാണെന്നാണ് ട്രംപ് ഭരണകൂടം ഇറാനെ അറിയിച്ചിട്ടുണ്ട് എന്നത് മറ്റൊരു മാധ്യമമായ വാൾസ്ട്രീറ്റ് ജേണൽ പറയുന്നു. ഇറാനിലെ റഷ്യൻ നിർമ്മിത ആണവ കേന്ദ്രത്തിൽ നിരവധി റഷ്യൻ ഉദ്യോഗസ്ഥർ ജോലി ചെയ്യുന്നുണ്ട്. റഷ്യൻ സൈനികരും ഇവിടെ കാവലുണ്ട്. ഈ ആണവ നിലയം ആക്രമിക്കപ്പെട്ടാൽ റഷ്യൻ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെടുക തന്നെ ചെയ്യും. അങ്ങനെ സംഭവിച്ചാൽ അത് അമേരിക്ക റഷ്യ യുദ്ധമായിട്ടാണ് മാറുക. അത് മനസ്സിലാക്കിയാണ് അമേരിക്കൻ ബോംബറുകൾ ഇറാനിലെ റഷ്യൻ താവളം ഒഴിവാക്കി പറന്നിരിക്കുന്നത്. 3 പതിറ്റാണ്ടുകളായി റഷ്യയും ഇറാനും ആണവ പദ്ധതിയിൽ സംയുക്തമായി പ്രവർത്തിക്കുന്ന 2 രാജ്യങ്ങളാണ്. 2022 ഉക്രൈനിൽ സൈനിക നടപടി ആരംഭിച്ചതിന് ശേഷമാണ് ഇറാനുമായുള്ള സൈനിക ബന്ധം റഷ്യ കൂടുതൽ ശക്തമാക്കിയിരിക്കുന്നത്. ജനുവരിയിൽ ഇരു രാജ്യങ്ങളും തന്ത്രപരമായ ഒരു പങ്കാളിത്ത കരാറിൽ ഒപ്പുവെക്കുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയുടെ സ്റ്റേറ്റ് ആറ്റോമിക് എനർജി കോർപ്പറേഷൻ നിർമ്മിച്ച ബുഷഹറിലെ ആണവ നിലയത്തിൽ 200ഓളം റഷ്യൻ ഉദ്യോഗസ്ഥരാണ് നിലവിൽ ജോലി ചെയ്യുന്നത്. ഇറാന്റെ സിവിലിയൻ ആണവ പദ്ധതിയുമായി തുടർന്നും റഷ്യ സഹകരിക്കുമെന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ ഭൂഗർഭ യുറേനിയം സമ്പുഷ്ടീകരണ സൗകര്യങ്ങൾക്ക് ഒന്നിനും തന്നെ ഇസ്രായേൽ ആക്രമണത്തിൽ ഒരു തരത്തിലുള്ള കേടുപാടുകളും ഉണ്ടായിട്ടില്ലെന്ന് ലോകത്തോട് മുൻപ് പറഞ്ഞതും ഇതേ പുടിനാണ്. എന്തായാലും പുടിൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇറാനെ ഒന്ന് തൊടാൻ അമേരിക്ക വിറയ്ക്കുക തന്നെ വേണം. ഇപ്പോൾ നിങ്ങൾ ചെയ്ത ക്രൂരതയ്ക്ക് എന്തായാലും തിരിച്ചടി ഉണ്ടാകും. അത് എവിടെ, എപ്പോൾ, എങ്ങനെയെന്നാണ് കാത്തിരിക്കേണ്ടത്. അപ്പോൾ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.